നിമിഷം വരെ അവൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതുമായ സകല ഇൻഫോർമേഷനും അവന്റെ ഈ മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്താലും പിന്നെയും മനുഷ്യായുസ് നീട്ടിക്കിട്ടിയാൽ ആ നീട്ടിക്കിട്ടപ്പെട്ട കാലയളവിലുള്ള സകല ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയോടെയാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. 1300 ഗ്രാം തൂക്കമാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ മസ്തിഷ്കം ഉണ്ടായിരുന്ന 1-2 ആളുകളെ കുറിച്ച് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നയാൾ. രണ്ടാമത്തെ ആളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിലെ പ്രശസ്ത നേതാവായിരുന്ന ലെനിൻ. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ ആ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി 2% മുതൽ 3% വരെ ഒരു ശരാശരി മനുഷ്യായുസിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 97% ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശാസ്ത്ര കുതകിയായ മനുഷ്യൻ കണ്ടെത്താത്ത നേട്ടങ്ങളില്ല, എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങളില്ല. ശാസ്ത്രത്തിന്റെ 4 വിരൽ തുമ്പിൽ മനുഷ്യൻ സകലത്തെ ഒതുക്കിയിരിക്കുക. ഇന്ന് നാം ജീവിക്കുന്ന ഇൻഫോർമേഷൻ അറ്റ് ഫിംഗർ ടിപ്സ്, അതായത് വിരലിന്റെ തുമ്പിൽ നമുക്ക് കാര്യങ്ങളെ അറിയാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് നാം വന്നെത്തിരിക്കുകയാണ്. വിദൂര രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഒക്കെ നമ്മുടെ ഗൂഗിൾ കൂടിയൊക്കെ ഒരൊറ്റ പ്രസിംഗിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തെളിയും. അത്രയധികം സാങ്കേതികമായി നമ്മുടെ ലോകം വികാസം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മസ്തിഷ്കം മറിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാൻ, ശിശുവിന് ജന്മം കൊടുക്കുവാൻ, അപ്പോളോ 11 ബഹിരാകാശ ഘടകത്തിൽ കയറി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുവാൻ, ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങളെ അയക്കുവാൻ, വ്യാഴത്തിന്റെ ഉപരിതലത്തിലെ മണ്ണിനെ സംബന്ധിച്ചും അതിന്റെ ഘടനകളെ സംബന്ധിച്ചും അവിടുത്തെ ധാതു മൂല്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അവലോകനം ചെയ്യുവാൻ. എന്തിന് ഞാൻ പറയുന്നു, മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടി രഹസ്യം ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടിയുടെ രഹസ്യത്തിന്റെ ചെപ്പായിരിക്കുന്ന ജനിതക സാങ്കേതിക വിദ്യ വരെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കുവാൻ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ഇന്നുവരെ പിടികൊടുക്കാത്ത ഒരേ ഒരു മാസ്മരികമായ സത്യം ഈ പ്രപഞ്ച സീമയിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ശാസ്ത്രത്തോട് ചോദിക്കൂ, ശാസ്ത്രം പറയും പ്രകൃതിയുടെ വികൃതിയാണ്. ജനനമുള്ള എല്ലാത്തിനും മരണമുണ്ട്, അവസാനമുണ്ട്. ജനിച്ചോ മരിക്കണം. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ജനനം മരണം ഇത് രണ്ടും പ്രകൃതിയുടെ വികൃതിയാണ്. അപ്പം നിങ്ങൾ മതങ്ങളോട് ചോദിക്കൂ, അല്ലയോ മതങ്ങളെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? മതങ്ങളല്ല ഈ ചോദ്യത്തിന്റെ മുമ്പാകെ മൗനം പാലിക്കും. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. വിശുദ്ധ ബൈബിളിലെ എബ്രായലേഖനം അതിന്റെ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന തർസോസിലെ പട്ടണത്തിൽ നിന്നുകൊണ്ട് മസ്തിഷ്കമലനായ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പാപത്തിന്റെ പരിഹാരം വരുത്താത്തിടത്തോളം കാലം മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും. ഒരു ചരിത്ര സംഭവം കൂടെ, ഒരു കഥ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ അതിപ്രശസ്തമായിരുന്ന ഒരു സർവമത സമ്മേളനം അരങ്ങേറുകയുണ്ടായി. ചരിത്രത്തിലെ ആളുകളിലെ സ്ഥാനം പിടിച്ച ഈ അതിശക്തമാകുന്ന സർവമത സമ്മേളനത്തിന്റെ വിശദീകരണം മുഴുവൻ നമുക്ക് ഗൂഗിളിൽ മറ്റും തപ്പിയാൽ സമൃദ്ധിയായി കിട്ടും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഗൂഗിളിന്റെ സൈറ്റ് എടുത്ത ശേഷം 1893 അമേരിക്കയിലെ ചിക്കാഗോയിലെ സർവമത സമ്മേളനം എന്നടിച്ചു കൊടുത്താൽ മതി. ആ സർവമത സമ്മേളനത്തിൽ ലോകത്തിലെ 243 രാജ്യങ്ങളിലെ മത നേതാക്കന്മാരായ ആളുകളും ഒന്നിച്ചു കൂടിയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഈ ഹൈന്ദവ മതത്തിനു വേണ്ടി സംസാരിക്കുവാൻ നിയോഗിതനായ വ്യക്തി ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദനായിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ട സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഭാഷാ സ്വാധീനതയുടെ ഉത്തുംഗതയിൽ നിന്ന് അദ്ദേഹം സംസ്കൃത പണ്ഡിതനും ആംഗലേയ ഭാഷാ പണ്ഡിതനുമായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ തനി യൗവനത്തിൽ അദ്ദേഹത്തിന്റെ സിരയിലുടയുന്ന രക്തത്തിന്റെ ചൂടിൽ അദ്ദേഹം നിന്നുകൊണ്ട് ആർഷിക ഭാരതത്തിലെ ഹൈന്ദവ മതത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വാചാലമായി അദ്ദേഹം സംസാരിക്കും. നാനാത്വത്തിൽ ഏകത്വത്തിൽ നാനാത്വമുള്ള ഈ മഹാസാംസ്കാരിക ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉത്തുംഗതയെ സംബന്ധിച്ച് മഹാനായ ഈ മാന്യദേഹം സംസാരിക്കുമ്പോൾ, വിവേകാനന്ദൻ സംസാരിക്കുമ്പോൾ സർവമത സമ്മേളന സദസ്സ് മുഴുവൻ ശാന്തമായി. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം തന്റെ വാഗ്ബോധങ്ങൾ കൊണ്ട് പ്രസംഗത്തിൽ മുന്നേറി. സകല ആളുകളുടെയും കണ്ണുകൾ സ്വാമി വിവേകാനന്ദ മുഖത്തേക്കായി. അദ്ദേഹം അചഞ്ചലമായി
ഹൈന്ദവ മതത്തിന്റെ ഉത്കൃഷ്ടയെ സംബന്ധിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് സംസാരിക്കാൻ രംഗത്ത് വരേണ്ടത് ക്രൈസ്തവ മതത്തിന്റെ പ്രതിനിധിയായി സംസാരിക്കേണ്ട മാനദേഹമായിരുന്നു. പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ വാചാലന് മുമ്പാകെ അടിയറവ് പറഞ്ഞ ഈ ക്രൈസ്തവ മത നേതാവ് സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി. അല്പമായ മൂകത സദസ്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സർവമത സമ്മേളനത്തിലെ മഹാമത നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുടെ ചാതുര്യം കേൾക്കുവാൻ കടന്നു വരുന്ന മഹാന്മാരുടെ കൂട്ടത്തില് ഒരു സാധാരണക്കാരനായിരുന്ന മധ്യവയസ്കൻ, ഒരു സാധാരണ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സർവമത സദസ്സിന്റെ അധ്യക്ഷനോട് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ മാന്യ സ്നേഹിത, ഈ ക്രൈസ്തവ മതത്തിന് വേണ്ടി സംസാരിക്കാൻ നിയുക്തനായിരുന്ന വ്യക്തി പിന്മാറിയല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് 10 മിനിറ്റ് സംസാരിക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം സ്റ്റേജിൽ കയറി ഇപ്രകാരം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ലോക പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമാക്കുന്ന മാക്ബത്ത് എന്ന് പറയുന്ന നാടകം, മാക്ബത്തിനകത്ത് നാടകത്തിലെ കഥാപാത്രങ്ങളായ ഡങ്കൻ രാജാവ്, സ്കോട്ട്ലൻഡിന്റെ രാജാവാണ്. മാക്ബത്ത് അദ്ദേഹത്തിന്റെ മിലിറ്ററി ജനറലും അദ്ദേഹത്തിന്റെ മന്ത്രിയുമാണ്. മാക്ബത്ത് ജനറലാക്കുന്ന മാക്ബത്ത് ഡങ്കൻ രാജാവിനെ തന്റെ അരമനയിലേക്ക് ഒരു മഹാസദ്യക്കായി ഒരു ദിവസം ക്ഷണിക്കുന്നു. അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ രാജാവായിരിക്കുന്ന ഡങ്കൻ രാത്രിയിലെ അത്താഴസദ്യക്കായി മന്ത്രിയായിരിക്കുന്ന മാക്ബത്തിന്റെ വസതിയിലേക്ക് വരുന്നു. അദ്ദേഹം ആ വസതിയിൽ വന്നു. രാജാവ് നിലയിൽ അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പ് നൽകി. അദ്ദേഹത്തിന് അത്താഴസദ്യ ബഹുഗംഭീരം മാക്ബത്ത് ഒരുക്കി, മിസസ് മാക്ബത്ത് ഒരുക്കി. അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം മാക്ബത്തിന്റെ പള്ളിയറയിൽ ആ രാത്രി നിദ്ര കൊള്ളുവാൻ രാജാവിനെ മാക്ബത്തും മിസസ് മാക്ബത്തും നിർബന്ധിച്ചു. അദ്ദേഹം പള്ളിയറയിലേക്ക് ഉറങ്ങാൻ കയറി പ്രശാന്തവദനായി അദ്ദേഹം തന്റെ കിടക്കയിൽ നീണ്ടു നിറഞ്ഞു കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ഓടുന്നിറങ്ങുമ്പോൾ മാക്ബത്തിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ഒരു ദുരാലോചന. അവൾ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, മാക്ബത്തെ, സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്ന ഡങ്കൻ ഇന്ന് രാത്രി നിന്റെ പള്ളിയറയിൽ നിദ്ര കൊള്ളുന്നു. നോക്കൂ, അവന്റെ മുഖത്തേക്ക്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിദ്രയിൽ അവൻ അമർന്നിരിക്കുന്നു. നിന്റെ മിന്നെ തിളങ്ങുന്ന ഖഡ്ഗമെടുത്ത് മാക്ബത്തിന്റെ കഴുത്ത് ഛേദിച്ചു കളയുക. നാളെ രാവിലെ സ്കോട്ട്ലൻഡ് നിന്റെ കയ്യിലായിരിക്കും, സ്കോട്ട്ലൻഡിന്റെ രാജാവ് നീ ആയിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം മിന്നെ തിളങ്ങുന്ന ഖഡ്ഗവുമായി മാക്ബത്ത് ശാന്തമായി കിടന്നുകൊടുക്കുന്ന മുറിയിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ബെഡിന്റെ സമീപെ കയ്യിൽ ഊരിപ്പിടിച്ച വാള് ഉയർത്തി അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നാമ്പുറത്ത് വന്ന് ഡങ്കൻ രാജാവിനെ വെട്ടുവാൻ മടി കാണിച്ചുകൊണ്ട് ആലിലെ പോലെ വിറയ്ക്കുന്ന കൈകളുമായി തരുന്ന ജനറലിനെ കണ്ട് ഭാര്യ പരിഹാസോട് ചോദിച്ചു, അല്ലയോ മാക്ബത്തെ, നീ എന്തിനു സംശയിക്കണം? എടുക്കൂ നിന്റെ വാൾ, തൊടുക്കൂ അവന്റെ കഴുത്തിൽ, വെട്ടിമുറിക്കൂ അവന്റെ ശിരസ്. നാളെ രാവിലെ സ്കോട്ട്ലൻഡ് നിന്റെ കയ്യിൽ എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോട് മഹാനായ മാക്ബത്ത് ഡങ്കൻ രാജാവിന്റെ കഴുത്ത് മിന്നെ തിളങ്ങുന്നതിന് ഖഡ്ഗം കൊണ്ട് ഛേദിച്ചു. നിമിഷങ്ങൾക്കകം മാക്ബത്ത് ഡങ്കനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയം ഞെട്ടാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവില്ലാതെയായി. ഈ അബദ്ധം ചെയ്തു അദ്ദേഹം ചിന്തിച്ചു, സ്കോട്ട്ലൻഡിന്റെ മഹാരാജാവ് മരിച്ചെന്റെ പള്ളിയിലേക്ക് ഉറങ്ങുന്നു. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സ്കോട്ട്ലൻഡ് മുഴുവൻ അറിയും, ലോകം മുഴുവൻ അറിയും, മന്ത്രിയായ മാക്ബത്തിന്റെ കിടക്കറയിൽ മഹാനായ ഡങ്കൻ രാജാവ് മൃതിയടഞ്ഞ് കൊല്ലപ്പെട്ട് കിടക്കുന്നു. കുറ്റം എന്റെ മേൽ വരും. അദ്ദേഹം തന്റെ മുറിയിലേക്ക് എന്നിട്ട് 2 കൈകളും അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് വിടർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ മാന്യ മഹാസുഹൃത്തുക്കളെ, സ്നേഹിതരെ, അറേബ്യൻ മണലാരണ്യങ്ങളിലെ സകല സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടും എന്റെ കൈകൾ കഴുകിയാലും നിഷ്കളങ്കനായ ഡങ്കന്റെ നിർമ്മലമായ രക്തം ചൊരിയിച്ച പാപത്തിന്റെ കറ കഴുകിക്കളയുവാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. ഒരു മതത്തിനും സാധിക്കുകയില്ല, മത നേതാക്കന്മാർക്കും കഴിയുകയില്ല, മതമീമാംസകൾക്ക് സാധിക്കുകയില്ല, വേദഗ്രന്ഥങ്ങൾക്ക് സാധിക്കുകയില്ല, സാരോപദേശങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും സാധിക്കുകയില്ല. എന്നിട്ട് അതേ ഈ സർവമത സമ്മേളന സദസ്സോട് ചോദിച്ചു, അല്ലയോ മത നേതാക്കന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നിശയുടെ നിശബ്ദതയിൽ നിശാന്തനായി ഉറങ്ങിയ സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്ന ഡങ്കന്റെ നിർമ്മലമായ രക്തം ചൊരിയിച്ച മാക്ബത്തിന്റെ പാപത്തിന്റെ കറ ഉടക്കിപ്പിടിച്ച ഈ കൈകളിലെ പാപക്കറ കഴുകിക്കളയുവാൻ ഏത് മതത്തിന് സാധിക്കും? ഹൈന്ദവ മതത്തിന് സാധിക്കുമോ? ഇസ്ലാം മതത്തിന് സാധിക്കുമോ? ജൈന മതത്തിന് സാധിക്കുമോ? ബൗദ്ധ മതത്തിന് സാധിക്കുമോ? കൺഫ്യൂഷൻ മതത്തിന് സാധിക്കുമോ? മഹാനായ സ്വാമി വിവേകാനന്ദൻ ഹൈന്ദവ മതത്തിന്റെ ഉത്കൃഷ്ടതയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ 1/2 മണിക്കൂർ സമയം സദസ്സിൽ മൗനത ഉണ്ടായെങ്കിൽ നിതാന്തമായ നിശബ്ദത ഈ സർവമത സമ്മേളനത്തെ താളം കെട്ടി. അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം മതങ്ങളെ, ഇസങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, തത്വശാസ്ത്രങ്ങളെ,
നിശയുടെ നിശബ്ദതയിൽ നിഷ്കളങ്കനായ ഡങ്കന്റെ നിർമ്മലമായ രക്തം ജ്വലിച്ച മാഗ്ബത്തിന്റെ പാപക്കറ കഴുകിക്കളയുവാൻ ലോകത്തിലെ ഒരു പുണ്യനദിക്കും കഴിയുകയില്ല, ഒരു മതത്തിനും കഴിയുകയില്ല, ഒരു മത നേതാവിനും കഴിയുകയില്ല, ഒരു സാംസ്കാരിക ആചാര്യന്മാർക്കും സാമൂഹിക പരിഷ്കർത്താക്കൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ നിന്ന് പഴഞ്ചൻ ബൈബിള് ദൈവം ഉയർത്തിപ്പിടിച്ച് അതിലെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ യോഹന്നാന്റെ കർത്താവിന്റെ അരിമശിഷ്യന്മാരിലൊരുവനായ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ തന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 7-9 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സർവമത സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരന്മാരെ, എന്റെ നിവാസികളെ ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ കാരണമാകുന്ന പാപത്തിന്റെ കറയെ കഴുകിക്കളയുവാൻ ഒരു മതത്തിനും സാധിക്കുകയില്ല. ക്രിസ്തു മുതൽ മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ മതമേ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയെങ്കിൽ ആ മതത്തിന് പാപപരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവൻ ഒരേ ഒരുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമയിലെ വെടിഞ്ഞ് മനുഷ്യ ശരീരം പൂണ്ട് മനുഷ്യനായി ആകാശത്തിന്റെ അറുതിയിൽ നിന്ന്, സ്വർഗീയ സിംഹാസനിൽ നിന്ന്, ദൈവസിംഹാസനിൽ നിന്ന് മനുഷ്യവേഷ പൂണ്ട് മനുഷ്യനായി ഭൂമിയിൽ യഹൂദിയിലെ ബേത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ച് മറിയമിന്റെ മകനായി പരക്കെ അറിയപ്പെട്ട്, തച്ചനായ യോസേഫിന്റെ മകനായി പരക്കെ അറിയപ്പെട്ട് 33 വയസ്സുവരെ പാപമംഗലമായി ലോകത്തിൽ പാപരഹിതനായി ജീവിച്ച് നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷപക്ഷത്തിന്റെ നെഞ്ചിന് നേരെ വില ചൂണ്ടിക്കൊണ്ട് പരസ്യമായി ചോദിച്ചിട്ട് ശത്രുക്കളാലും മിത്രങ്ങളാലും പാപരഹിതന്റെ പരക്കെ സാക്ഷ്യം പ്രാപിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകൾ വിസ്തരിക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരിയിലെ ഗോൽഗോഥായിൽ ഭാരമേറിയ മരക്കുരിശൻ ചുമന്നുകൊണ്ടുപോയി റോമൻ പടയാളികളാൽ ക്രൂശിതരായി. അരിമത്യയിലെ യോസേഫ് മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾ തന്നെ അരിമശിഷ്യന്മാർക്കും 500-ലധികം ആളുകൾക്കും ഗലീലയിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ട് താൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന പരസ്യമായി സാക്ഷിച്ച് ഒടുക്കം 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ യുവതലമുറയെ, യുവാക്കന്മാരെ, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത കെട്ടിപ്പടുക്കേണ്ട നമ്മുടെ ഭാവി തലമുറയെ നന്നാക്കുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ സാധിക്കത്തില്ല, മത നേതാക്കന്മാർക്ക് സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് അത് സാധിക്കും. ഞങ്ങളൊക്കെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ധൈര്യസമേതം ഇതുപോലുള്ള കവലകൾ വന്നതുകൊണ്ട് ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസമായ ഞങ്ങളുടെ സ്നേഹിതരോട് ഈ നിലയിൽ സധൈര്യം ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന അനുഗ്രഹീതനായ ദൈവപുത്രനാണ്. ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിക്കുമോ, ആരൊക്കെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ കൊള്ളുമോ, അവരുടെ പാപങ്ങളെ മോചിക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ അറിയപ്പെട്ട പ്രസംഗിയായിരുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: The problem that the world is facing now is the problem of the heart of man. അതായത് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. Which is the problem of sin. അതായത് പാപം എന്ന് പറയുന്ന പ്രശ്നം, മനുഷ്യനെ ചെയ്യുന്ന ഹൃദയത്തിന്റെ പാപം എന്ന പ്രശ്നം. When the sin problem is met with the problem of the world is solved. അതായത് മനുഷ്യ ഹൃദയത്തിന്റെ പാപ പ്രശ്നത്തിന് ശാശ്വതമായ പരിശാന്തി ലഭിച്ചാൽ ലോകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇന്ന് ലോകത്തിലെ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, രക്തച്ചൊരിച്ചിലുകൾ, കൂട്ടക്കൊലകൾ, കുത്തിക്കൊലകൾ, പിടിച്ചുപറികൾ, ബലാത്സംഗങ്ങൾ, പരസംഗങ്ങൾ, വ്യഭിചാരങ്ങൾ, കള്ളുകുടികൾ, മദ്യപാനങ്ങൾ, അല്ല കഞ്ചാവ്, മരിജുവാന, മദ്യം, MDMA, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തെ മതിക്കുന്ന പാപം. ഈ പാപത്തിന്റെ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമാർഗം ഒരേ ഒരൊറ്റ മൂലി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. ഇത് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പെന്തക്കോസ്ത് നാളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്നുകൊണ്ട് തന്റെ പ്രസംഗം കേൾക്കുവാൻ തെളിച്ചോടിയ 1000-10,000 പറഞ്ഞു: ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു എന്ന നാമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ രൂപാന്തരീകരണത്തിന് സഹായമായ ഒരേ ഒരൊറ്റ മൂല്യ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തമാണ്. ആകയാൽ
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾക്ക് പരിഹാരം പ്രാപിക്കുവാൻ നിങ്ങളോട് കേണപേക്ഷിച്ചുകൊണ്ട് അല്ല, നിങ്ങൾ മനഃപൂർവ്വമായി രക്ഷയെ അവഗണിച്ചു കളഞ്ഞ അതിഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് പ്രതീക്ഷ മാത്രമേ നിങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഭയനിർദ്ദേശം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Praise the Lord.